ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപ് കുമാർ വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ആഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ളൊരു വീഡിയോ വ്ളോഗാണ്. സത്യത്തിൽ ഈ ഒരു ആഴ്ച വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയതാണ്, ഒരു കണ്ടിന്യൂഷന് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തവും കാര്യങ്ങളൊക്കെ നടന്നതും അതുപോലെ തന്നെ കേരളത്തിൽ എല്ലായിടത്തും പേമാരിയും കാര്യങ്ങളൊക്കെ ഏറ്റിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും സേഫാണെന്ന് കരുതുന്നത് കൊണ്ട് മാത്രമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ തന്നെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രക്ഷണ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പായൽ രജപുത്ത് കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു തെലുങ്ക് ചിത്രമാണ് രക്ഷണ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് ആഹാ തെലുങ്കാണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 1-ാം തീയതി ഈ ആഹാ തെലുങ്കിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. തെലുങ്ക് ഭാഷയിലാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാറ്റ്മാൻ ക്യാപ്റ്റ് ക്രൂസ്റ്റർ എന്ന് പറയുന്നൊരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് 1-ാം തീയതിയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. 2 പാർട്ടായിട്ടുള്ള ഒരു വെബ് സീരീസ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വെബ് സീരീസ് ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ആണെന്ന് തോന്നുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡൂൺ പാർട്ട് 2 എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേരത്തെ തന്നെ ആമസോൺ പ്രൈം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആമസോൺ പ്രൈമിലൂടെ ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രം ജിയോ സിനിമാസിലൂടെ ഈ വരുന്ന ആഗസ്റ്റ് മാസം 1-ാം തീയതി തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഇന്ത്യൻ ഭാഷയിൽ ഒരുവിധം എല്ലാ ഭാഷയിലും ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മലയാള ഭാഷയിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും കൂടി കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബൃന്ദ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സോണി ലീവിലൂടെ ഈ വരുന്ന ആഗസ്റ്റ് മാസം 2-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു വെബ് സീരീസ് ആണ് ബൃന്ദ എന്ന് പറയുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ, മറാത്തി എന്നീ ഭാഷയിലൂടെ ഈ വരുന്ന ആഗസ്റ്റ് മാസം 2-ാം തീയതിയാണ് ഈ ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമ്മുടെ തൃഷ കൃഷ്ണ, ഇന്ദ്രജിത് സുകുമാർ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആണ് നമ്മുടെ ബൃന്ദ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടി. ആഗസ്റ്റ് 2-ാം തീയതി ആണെന്നുണ്ടെങ്കിലും ചിത്രം ഇന്ന് ആഗസ്റ്റ് 1-ാം തീയതി കൂടെ തന്നെ നമ്മുടെ സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. വൈകുന്നേരത്തോടുകൂടി ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. പ്രാബട എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രാജേഷ് മാധവൻ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അവാർഡ് മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ് പ്രാബട എന്ന് പറയുന്നത്. ഇത് ഏതൊരു കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു ചിത്രമാണ്, ഏതാണ് ജോണർ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രെയിലറോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ അപ്ഡേറ്റ് ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം വെച്ചാൽ എനിക്കത് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പറയാം. അപ്പോൾ അത് കാരണം എനിക്കിത് ഏത് ജോണറിലാണ് എന്നുള്ളത് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഡ്രാമ ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 2-ാം തീയതി സൈന പ്ലേയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് ഡോക്യുമെന്ററി അപ്ഡേറ്റ് ആണ്. നമ്മുടെ മോഡേൺ മാസ്റ്റേഴ്സ് SS രാജമൗലി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി അപ്ഡേറ്റ് ആണ്. നമ്മുടെ SS രാജമൗലിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അങ്ങേരുടെ അല്ലെങ്കിൽ രാജമൗലിയുടെ ചിത്രങ്ങളെ കുറിച്ചിട്ടും അയാളുടെ എടുത്തിട്ടുള്ള ആക്ടിങ് എഫക്റ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഈ ഒരു ഡോക്യുമെന്ററി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. നമുക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷയിലൊക്കെ ഈ ഒരു ഡോക്യുമെന്ററി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്ഡേറ്റ് നെറ്റ്ഫ്ലിക്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ഡോക്യുമെന്ററി ഈ വരുന്ന ആഗസ്റ്റ് മാസം 2-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ഡോക്യുമെന്ററിയുടെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ഓൾറെഡി ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെങ്കിലും ഇന്ത്യൻ ഭാഷയിലൂടെ ചിത്രം ഇപ്പോൾ ഈ വരുന്ന ആഗസ്റ്റ് മാസം 2-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ആപ്സ് എന്ന് പറയുന്ന ഒരു ചിത്രം തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നടന്ന സംഭവം എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ്. സുരാജ് വെഞ്ഞാറമൂട്, ബിജു മേനോൻ, അതുപോലെ തന്നെ ലിജോ മോൾ, ശ്രുതി എന്നിവർ കേന്ദ്രതാരമായി അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ എടുത്താവുന്ന ഒരു ചിത്രമാണ് നടന്ന സംഭവം എന്ന് പറയുന്നത്. മാർച്ച് മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിലെ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് മനോരമ മാക്സും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് ആണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് 9 മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സിംപ്ലി സൗത്തിലൂടെ ചിത്രം കമ്മിങ് സൂൺ പോസ്റ്ററോടെയും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടർബോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ഒപ്പം രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന കന്നഡ സൂപ്പർ സ്റ്റാറും കൂടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു ടർബോ എന്ന് പറയുന്ന. തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ സോണി ലീവാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം 9 അടുത്ത വെള്ളിയാഴ്ച ഈ ചിത്രം നമ്മുടെ സോണി ലീവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കുഞ്ചക ബോബൻ, അതുപോലെ തന്നെ സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഗർ എന്ന് പറയുന്നത്. ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കി ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ആഗസ്റ്റ് മാസം 9 ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചിത്രം സെപ്റ്റംബർ മാസം ഓണം പ്രീമിയർ ആയിട്ട് റിലീസ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കൽക്കി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. പ്രഭാസ്, കമലഹാസൻ, അമിതാഭ് ബച്ചൻ എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചുള്ള ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു കൽക്കി എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം ചെയ്ത് ജൂൺ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് മാസം 9 റെന്റ് ബേസിക്കലി ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ റെന്റ് ബേസിക്കിന് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഒരു ഇൻസ്റ്റാ പേജ് വഴി ഒരു അപ്ഡേറ്റ് കേട്ടിട്ടുണ്ട്. എത്രത്തോളം ഷോർട്ടി ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ 2 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. കമലഹാസൻ, സിദ്ധാർത്ഥ്, ബോബി സിൻഹ, വിവേക് എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിൽ റിലീസ് ചെയ്ത ശങ്കർ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇന്ത്യൻ എന്ന് പറയുന്നത്. തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം 15 മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇടിയൻ ചന്തു എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു ഉണ്ണീഷൻ, അതുപോലെ തന്നെ ചന്തു സലീം എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാളി കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഇടിയൻ ചന്തു എന്ന് പറയുന്നത്. ഈ ഒരു ആഴ്ചയിൽ കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം ഏകദേശം സെപ്റ്റംബർ മാസം പകുതിയോട് കൂടിയിട്ടായിരിക്കും ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ OT റൈറ്റ്സ് സ്വന്തമാക്കേണ്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. രായൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധനുഷ് കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് ധനുഷ് സംവിധാനം ചെയ്ത ധനുഷിന്റെ 50ാമത്തെ ചിത്രമാണ് രായൻ എന്ന് പറയുന്നത്. ധനുഷിന് പുറമെ സുദീപ് കിഷൻ, അതുപോലെ തന്നെ കാളിദാസ് ജയറാം, അപർണ മുരളി എന്നിവർ കേന്ദ്രദാതാറായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺ പിക്ചേഴ്സിന്റെ സൺനെസ്റ്റും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം എന്ന് റിലീസ് ചെയ്യുന്ന നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസം ലാസ്റ്റ് വീക്കോട് കൂടിയിട്ട് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി.